നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാണ്ടക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭയിലുണ്ടായ നവീകരണം സഭയിലും സമൂഹത്തിലും നവോത്ഥാനത്തിൻ്റെ നവീന അധ്യായങ്ങൾ രചിക്കുന്നതിന് മുഖാന്തരമായി. പുതിയ സാമൂഹ്യ അവബോധം പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകി. സുവിശേഷീകരണം സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായി സഭാംഗങ്ങൾ ഉൾക്കൊണ്ടു. ഈ ദർശനം പ്രയോഗത്തിൽ വരുത്തുന്നതിന് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘവും സുവിശേഷ സേവികാ സംഘവും സ്ഥാപിതമായി. മലങ്കരയുടെ അതിരുകൾക്കപ്പുറം സഭയെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും വ്യാപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡോക്ടർ എബ്രഹാം മാർത്തോമായുടെ കർമ്മനിരതമായ സഭാശുശ്രൂഷ കായംകുളത്തു നിന്നും ആരംഭിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 1911 കായംകുളം, കറ്റാനം, പള്ളിക്കൽ ഇടവകളിൽ ഷമ്മാശനായി ചുമതലയേറ്റുകൊണ്ട് സുവിശേഷത്തിൻ്റെ വിത്ത് തീരദേശങ്ങളിൽ വിതയ്ക്കുവാൻ ഇടവകകളെ അദ്ദേഹം സന്നദ്ധമാക്കി. സഫ്രഗൻ മെത്രാപ്പൊലിത്തയായി അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുതൽ കായംകുളത്തിന് തെക്കും വടക്കുമുള്ള തീരപ്രദേശങ്ങളിലേക്ക് തിരുമേനിയുടെ സവിശേഷമായ ശ്രദ്ധയുണ്ടായി. അഭിമന്യ തിരുമേനിയിലൂടെ അടൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലുള്ള 2 മിഷൻ കേന്ദ്രങ്ങൾ ഉടലെടുത്തു. കായംകുള ദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ തീരപ്രദേശമാണ് തറയിൽ കടവ്. കായലും കടലും സംഗമിക്കുന്ന അത്യപൂർവ കാഴ്ചയും ദൃശ്യമനോഹരമായ കണ്ടൽക്കാടുകളും കൊണ്ട് മാറ്റേറുന്ന വലിയഴീക്കൽ എന്ന കൊച്ചു പ്രദേശം. ഭാഗ്യസ്മരണീയനായ എബ്രഹാം മാർത്തോമാ തിരുമേനിയുടെ പ്രചോദനത്തിൽ 1935 മിസ് കല്ലവെ മദാമ്മയുടെ നേതൃത്വത്തിൽ തറയിൽ കടപ്പുറത്ത് 20 സെൻറ് സ്ഥലം സേവികാസംഘം വാങ്ങി പ്രവർത്തനം ആരംഭിച്ചു. ഹാൾ പണിയിപ്പിച്ചു. തുടർന്ന് അത് ചാപ്പലായി രൂപാന്തരപ്പെട്ടു. 1940 5 വർഷം കഴിഞ്ഞപ്പോൾ 2 കുടുംബങ്ങൾ സഭയിൽ ചേർന്നു. 1956 7 കുടുംബങ്ങളും 30 അംഗങ്ങളും ഉണ്ടായി. ഇടവകയിൽ നിന്ന് സുവിശേഷ സംഘത്തിന് 5 പൂർണ്ണസമയ സുവിശേഷകരെ ലഭിച്ചു. വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാൽ ദേശത്തിന് അനുഗ്രഹമായിരുന്ന തറയിൽക്കടവ് മിഷൻ 2004 സുനാമി ദുരന്തത്തോടുകൂടി പ്രവർത്തനരഹിതമായി. ദൈവാലയത്തിനും പരിസരങ്ങളിലും മാത്രമായി 27 പേർക്ക് ജീവഹാനി സംഭവിച്ചു. ദൈവാലയവും മിഷൻ വീടും തകർന്നു വീണില്ല എങ്കിലും ഉപയോഗരഹിതമായി. 7 വർഷത്തിനു ശേഷം 2013 ജൂലൈ മാസം മുതൽ കായംകുളം സെൻറ്റർ സന്നദ്ധ സുവിശേഷക സംഘം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അവധിക്കാല ട്യൂഷൻ ക്ലാസുകളിൽ 90 കുട്ടികൾ അഭ്യസനം നടത്തി. 5 അധ്യാപകർ പ്രവർത്തിച്ചു. അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ ഭദ്രാസന ചുമതലയേറ്റ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മിഷൻ കേന്ദ്രവും ട്യൂഷൻ സെൻ്ററും സന്ദർശിച്ചു. ഞാൻ തറയിൽക്കടവ് ഈ മിഷൻ സെൻ്ററിലെ സുവിശേഷകനാണ്. ഒരു വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ ഞാൻ വന്നതിന് ശേഷമായിട്ട് ഒരു തയ്യൽ സ്കൂളും ഒരു ട്യൂഷൻ സെൻ്ററും തുടങ്ങി. കഴിഞ്ഞ വെക്കേഷനിൽ 90 കുട്ടികളോടെ ഉണ്ടായിരുന്നു ട്യൂഷൻ പഠിക്കുവാൻ. അപ്പോൾ ഈ ജൂൺ മാസം മുതൽ ഇപ്പോൾ 60 കുട്ടികൾ ട്യൂഷൻ പഠിക്കുന്നു. തബീത തയ്യൽ സ്കൂളാണ് മറ്റൊരു പ്രവർത്തന പദ്ധതി. ഈ സ്ഥാപനത്തിൽ തയ്യൽ പരിശീലനം നടത്തുന്ന അധ്യാപികയാണ്. ഈ സ്ഥാപനത്തിൽ ആദ്യത്തെ തയ്യൽ പരിശീലനം തുടങ്ങിയത് 2015 ജൂലൈ 2 തീയതിയാണ്. സാറും അച്ഛനും പുതിയതായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്കും ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതിന് ശേഷം ഞങ്ങൾ അച്ഛനെ കണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്ത്രീകൾക്ക് തൊഴിലൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു
തയ്യൽ സ്ഥാപനം നടത്തണം. അതിൽ നിന്നൊരു ഉപജീവന മാർഗ്ഗം സ്ത്രീകൾക്ക്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ചുറ്റിനും കിടക്കുന്നതെന്ന് പറയുകയും അങ്ങനെ അച്ഛനും സാറും കൂടെ ഈ കാര്യങ്ങൾ തീരുമാനിച്ച് ഇവിടെ തബിത എന്ന് പറയുന്നൊരു തയ്യൽ സ്കൂൾ തുടങ്ങുകയും അത് 16 ജൂലൈ 2-ാം തീയതി 2 or 3 തീയതികളിലാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ ബാച്ചിൽ 22 പേരുണ്ടായിരുന്നു. ഇതിൽ 12 പേരാണ് കോഴ്സ് പൂർത്തിയാക്കി പോയത്. ഈ സ്ഥാപനം ഇതേപോലെ തന്നെ ഈ പരിശീലന കേന്ദ്രത്തോടൊപ്പം തന്നെ ഈ സ്ത്രീകൾക്കൊരു വരുമാന മാർഗം ആകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും അഥവാ ആ പ്രൊഡക്ഷൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ്റെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാനൊരു സൗകര്യവും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പരിശീലനം കൊടുക്കുന്നതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇവിടെയുള്ള ജനങ്ങളിൽ പുരുഷന്മാർ മത്സ്യബന്ധനത്തിന് പോകുന്നവരും സ്ത്രീകൾ കയർ വിരിക്കുക, മത്സ്യ സംസ്കരണം എന്നീ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ്. ഇടവകാംഗമായ ഒരാൾക്ക് സെൻട്രൽ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ചുമതലയിൽ ഭവന നിർമ്മാണത്തിന് ഭാഗിക സഹായം നൽകി. തിരുമേനി വന്നപ്പോൾ ഞങ്ങളുടെ പ്രയാസം പറഞ്ഞു. അന്നേരം മേള് മാറ്റി വയ്ക്കാൻ പറഞ്ഞപ്പോൾ മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു. പൊളിച്ച് നോക്കിയപ്പോൾ ഒന്നുമില്ല, മേളൊന്നുമില്ല, പിന്നെ ജനലൊന്നുമില്ല. പിന്നെ 2 ജനലും കൊണ്ടുവച്ച് 2 കട്ടള, പിന്നെ കുറേയൊക്കെ തേച്ച്. നമ്മൾ ഈ പള്ളിയുടെ സൈഡ് റൂമുകളിൽ ട്യൂഷൻ നടത്തി. 90 കുട്ടികളുണ്ടായിരുന്നു. 5 മുതൽ 10 വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ 2 മാസം കുട്ടികളെ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് ചെറിയ സ്നാക്സൊക്കെ കൊടുത്തു. അങ്ങനെ നല്ല അനുഗ്രഹകരമായിട്ട് ആ ട്യൂഷൻ നടന്നു. അപ്പോൾ അതിന് ശേഷമാണ് ആ ട്യൂഷൻ അഭിമന്യ തിരുമേനസ് ഇവിടെ വന്നപ്പം ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു, ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമം നടത്തി. 60 കുട്ടികളിപ്പോൾ 5-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള 60 കുട്ടികൾ പഠിക്കുന്നു. പള്ളിയുടെ മുൻപിലായിട്ടാണ് പ്രധാനമായിട്ടും ഒരു മതിൽ ആവശ്യം. പള്ളിക്കെട്ടിടം ചെറുതാണ്, അത് ജീർണിച്ചതാണെങ്കിൽ പോലും നമുക്ക് സുരക്ഷിതമായിട്ട് അത് കാണണമെങ്കിൽ അവിടെ ഫ്രണ്ടിലൊരു മതിൽ വേണം. നേരത്തെ പിള്ളേർ ഈ റോഡിലെ പന്തുകളിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പള്ളിക്കെട്ടിടത്തിന് ഒത്തിരി പ്രയാസം വന്നിട്ടുണ്ട്. എന്നാൽ ഈ പള്ളിയുടെ സൈഡിലായിട്ട് 2-3 ചെറിയ റൂംസ് ഉണ്ട്. അതെല്ലാം അതിൻ്റെ മുകളെല്ലാം പോയി കിടക്കുക. അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് വലിയ പ്രയാസമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഒരു ട്യൂഷൻ സെൻ്ററിന് വേണ്ടി നമുക്കൊരു കെട്ടിടം ഉണ്ടാകണം. ഇവിടെ സുവിശേഷീകരണത്തിന് വളരെ പ്രസക്തിയുണ്ട്. വിദ്യാഭ്യാസ പ്രോത്സാഹന പദ്ധതിയിലൂടെ അടുത്ത തലമുറയെ നമുക്ക് നേടിയെടുക്കാം. അടൂർ ഭദ്രാസനത്തിൻ്റെ മറ്റൊരു പ്രവർത്തന കേന്ദ്രമാണ് കായംകുളം പുതുപ്പള്ളി മിഷൻ. 1937 വാടക കെട്ടിടത്തിൽ നടത്തപ്പെട്ട ആശുപത്രി പ്രവർത്തനത്തോടുകൂടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. 1941 സേവികാ സംഘം സ്ഥലം വാങ്ങി ഷെഡുകൾ നിർമ്മിച്ച് പല പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1948 സുവിശേഷ പ്രസംഗ സംഘം പ്രവർത്തനം ഏറ്റെടുത്തു. 1957 പള്ളി പണിയെടുപ്പിച്ചു. 1961 19 കുടുംബങ്ങളിലായി 112 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ ഇടവകയുടെയും മിഷൻ്റെയും പ്രവർത്തനം നിലച്ചുപോയി. എന്നാൽ 2010 ഭദ്രാസന എപ്പിസ്കോപ്പായുടെ കൽപ്പന പ്രകാരം കായംകുളം ഇടവക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. 4 വർഷത്തിനു ശേഷം ഇടവകാംഗമായ കളവേലിൽ ശ്രീ AM ജോണും കുടുംബവും ജീർണാവസ്ഥയിലായിരുന്ന ചാപ്പലും മിഷൻ ബംഗ്ലാവും പുനരുദ്ധരിച്ച് ഇടവകയ്ക്ക് നൽകി. ഇടവകയായി ചുറ്റുമതിൽ തീർത്ത് മിഷൻ ബംഗ്ലാവിൽ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിക്ക് താമസിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. 2015 മെയ് 7-ാം തീയതി അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്തായുടെയും അഭിവന്യ ജോസഫ് മാർ ബർന്നബാസ് എപ്പിസ്കോപ്പായുടെയും കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തപ്പെട്ടു. ഇടവകയുടെ നെയ്ബർഹുഡ് മിഷനിൽ ഉൾപ്പെടുത്തി പ്രകാശധാര എന്ന പദ്ധതി പുതുപ്പള്ളിയിൽ ആരംഭിച്ചു. ആരോഗ്യ പരിരക്ഷയ്ക്കും സ്വാന്തന ശുശ്രൂഷയ്ക്കും പ്രാമുഖ്യം നൽകുന്ന പദ്ധതിയിൽ 15 കുടുംബങ്ങൾക്ക് 1000 രൂപ വീതം ചെലവ് വരുന്ന കിറ്റ് എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ശനിയാഴ്ച നൽകി വരുന്നു. ക്യാൻസർ ബാധിച്ചവരും കിഡ്നി ഹൃദയം സംബന്ധിച്ച രോഗികളും മാനസികാരോഗ്യത്തിന് ചികിത്സയിൽ കഴിയുന്നവരുമാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത്. ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്. കഴിഞ്ഞ 3 വർഷമായി ക്യാൻസർ ചികിത്സയിലാണ്.
പ്രകാശധാര തുടങ്ങിയ നാൾ മുതൽ ഞാൻ ഇവിടുത്തെ ഒരു അംഗമാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് തരുന്ന നന്മകൾ വളരെ വലുതാണ്. ഞങ്ങൾക്ക് ഒരു മാസത്തിൽ 15 ദിവസം കഴിയാനുള്ള എല്ലാ ആഹാരങ്ങളും ഇവിടുന്ന് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ 15 കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള തുക, ഒരു നല്ലൊരു തുക അവർക്ക് പ്രകാശധാര മുഖാന്തരം നൽകുവാൻ ഈ അച്ഛന്മാർക്ക് കഴിഞ്ഞു. എൻ്റെ പേര് ഷീജ. എൻ്റെ 2 വൃക്കയും ഫെയിലായി ഞാനിപ്പം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്തളം ജോസ്കോയിൽ. പ്രകാശധാരയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. നല്ലൊരു വീട് പോലും ഇല്ലായിരുന്നു. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഇപ്പം നല്ലൊരു വീടൊക്കെ വെക്കാൻ പറ്റി. ഇവിടെ വന്ന് പ്രാർത്ഥനയിലൊക്കെ പങ്കുചേരുമ്പം തന്നെ ഒരുപാട് സന്തോഷവും മനസ്സിന് സമാധാനവും ഒക്കെ ഉണ്ട്. എൻ്റെ പേര് KG സലീമൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ഊളംപാറ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ ചികിത്സയിലിരിക്കുകയാണ്. അവിടെ 3 പ്രാവശ്യത്തോളമായി അഡ്മിറ്റ് അവിടെ കിടന്ന് ചികിത്സിച്ചു. ഇവിടെ വന്നിട്ട് 2-3 വർഷത്തോളമായി വീട്ടിൽ വന്നിട്ട്. ഞാനൊരു മാനസിക രോഗി ആയതുകൊണ്ട് സമൂഹത്തിലെ വല്ലാത്ത ഒരു കണ്ണുകൊണ്ടാണ് എല്ലാവരും കാണപ്പെട്ടത്. ഇവിടെ വരാൻ തുടങ്ങിയേക്കും തുടം മുതൽ എല്ലാത്തിനും ഒരു വ്യത്യാസം വന്ന് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. നമസ്കാരം, എൻ്റെ പേര് പ്രഭാകരൻ. ഈ ദേവിളങ്ങര പഞ്ചായത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പം 9 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെന്നറിയുന്നത്. അപ്പോൾ അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോയി എല്ലാം പരിശോധിച്ച് ചികിത്സയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വന്നത്. അപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ അച്ഛൻ വീട്ടിൽ വരികയും സാന്ത്വന വാക്കുകളാൽ എന്നെ സമാധാനപ്പെടുത്തുകയും പിന്നെ മാസത്തിൽ ഒരു ശനിയാഴ്ച ഇവിടെ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ശനിയാഴ്ച ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. 15 വീട്ടുകാരുണ്ട്. ഞാൻ ഈ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് അറിയുന്നത് 9 മാസങ്ങൾക്ക് മുമ്പാണ്. ഈ 9 മാസങ്ങൾ അതിനു മുൻപ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ഓരോ അമ്പലങ്ങളിലൊക്കെ ഭാഗവത പാരായണത്തിന് പോകുന്നതാണ്. ആ ബേസിലും ധനികന്മാരായ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേപോലെ ഈ 9 മാസത്തിനുള്ളിൽ കാണുന്ന പരിചയപ്പെട്ട ആ അച്ഛൻ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് വേണ്ടുന്ന സഹായങ്ങൾ, പ്രോത്സാഹനങ്ങൾ നൽകുക, പല വാഗ്ദാനങ്ങളും നൽകുക, അത് നിറവേറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനയിലും പിന്നെ അച്ഛന്മാരുടെ പ്രസംഗത്തിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കുകൊണ്ട് ഇപ്പം ഞാൻ സംതൃപ്തനാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഉപരിയാണ് അച്ഛന്മാരുടെ പിന്നെ പ്രസംഗവും നല്ല നല്ല സംഭാഷണങ്ങളും ചെറുകഥകളും ഒക്കെ. അത് കേൾക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല, അതിനേക്കാൾ എത്രയോ ഉപരിയാണ് ഇതെന്ന് തോന്നുന്നു. മെഡിക്കൽ കോളേജിൽ എന്തോ നമുക്ക് സുഖമായാലും ഇല്ലെങ്കിലും അവർക്കൊന്നുമില്ല, അവർ ട്രീറ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് ഇവിടുത്തെ സ്ഥിതി അതല്ല. എല്ലാവരും ഇവിടെ അഭയം പ്രാപിക്കുന്നവരെല്ലാവരും സുഖമായിട്ട് പോകണം, സുഖമായിട്ടിരിക്കണം എന്നുള്ള ഒരു ധാരണയോട് കൂടിയാണ് അച്ഛന്മാരുടെ സമീപനം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രകാശധാര കൂട്ടായ്മ നടത്തപ്പെടുന്നു. പാട്ടുകൾ പാടുകയും വേദപുസ്തക കഥകൾ പറയുകയും പ്രാർത്ഥനകൾ, പങ്കിടൽ എന്നിവ നടത്തി വരികയും ചെയ്യുന്നു. റവറൻ സാമുവൽ വർഗീസ് അച്ഛൻ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ 2015 മാർച്ച് മാസം 1-ാം തീയതിയാണ് ഞാൻ കായംകുളത്ത് ഒരു ഷമാശനായിട്ടാണ് വന്ന് ഇവിടെ ചാർജ് ഏറ്റെടുത്തത്. അന്നത്തെ സമയത്ത് ഞാൻ ആദ്യമായിട്ടും ഇവിടെ വന്ന് കുടുംബമായിട്ട് ഈ പുതുപ്പള്ളി പ്രദേശത്ത് താമസിച്ചു. എന്നാൽ മുമ്പോട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്ന് വികാരി അച്ഛനുമായിട്ട് ജേക്കബ് അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ നല്ലൊരു അഭിപ്രായമാണ് വന്നത്. ഇവിടെ എല്ലാ പാവങ്ങളെ അല്ലെങ്കിൽ തീരെ കിടപ്പിൽ കിടക്കുന്ന രോഗികൾക്ക് നമുക്ക് അവരെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് ആരംഭിക്കണമെന്നായിരുന്നു. അങ്ങനെ ദേവികുളങ്ങര പഞ്ചായത്തിലെ എല്ലാ വാർഡ് മെമ്പറെയും വിളിച്ച് നമ്മുടെ ഈ ചാപ്പൽ വെച്ചൊരു മീറ്റിംഗ് കൂടി ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എല്ലാ വാർഡിൽ നിന്നും എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ 15 വാർഡുണ്ട്. ദേവികുളങ്ങര പഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത്. 15 വാർഡിലെയും തീരെ പാവപ്പെട്ട രോഗികളെയാണ് നമ്മളെടുത്ത് ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ അവർക്ക് കെയർ ചെയ്യാൻ തക്കോണം സാധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ചും എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് നമ്മുടെ പുതുപ്പള്ളി ചാപ്പൽ വെച്ച് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നുണ്ട്. ഇവരെല്ലാ കുടുംബാംഗങ്ങളും വന്ന് 15 കുടുംബാംഗങ്ങൾ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമാണ്. അതോടൊപ്പം നമ്മുടെ കായംകുളം ശാലം ഇടവകയിൽ നിന്നും പല രീതിയിലുള്ള ജനങ്ങളും നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരും വന്ന് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഒരു ഫെലോഷിപ്പും അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നു എന്ന് അവർ എല്ലാ ദിവസവും പറയാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മുടെ
വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രകാശധാരയുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, അതിലും അവർ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ആ മീറ്റിങ്ങിനകത്ത് അവർ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് കഴിഞ്ഞ ചില നാളുകളായിട്ട് ഏകദേശം ഒരു 6 കുടുംബാംഗങ്ങൾ നമ്മുടെ ബൈബിൾ വന്ന് അവർ ആവശ്യപ്പെട്ട് ബൈബിൾ വാങ്ങിക്കൊണ്ട് പോയി. ചിലർ ക്രിസ്തീയ കീർത്തനങ്ങൾ ആവശ്യപ്പെട്ട് ക്രിസ്തീയ കീർത്തനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി. റെഗുലറായിട്ട് മാസത്തിൻ്റെ ചില ദിവസങ്ങളൊക്കെ ഈ വീടുകളെല്ലാം വിസിറ്റ് ചെയ്യാൻ കൊണ്ട് എനിക്കും കുടുംബമായിട്ടും സാധിക്കുന്നു. അവർക്ക് വളരെ സന്തോഷമാണ്. ചെല്ലുമ്പോൾ നമ്മളെ നന്നായിട്ട് അവർ സ്വീകരിക്കുന്നുണ്ട്, അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില കുടുംബങ്ങളിപ്പം ചില കുടുംബ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇടവകയായിട്ട് അവിടെ പ്രാർത്ഥന വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് ഇപ്പം 15 കുടുംബങ്ങൾ മാത്രമാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ദൈവീതമാണെങ്കിൽ 30 അല്ല, അതിലുപരിയായിട്ടുള്ള കുടുംബാംഗങ്ങളെ നമ്മൾ ടേക്ക് കെയർ ചെയ്ത് പ്രവർത്തിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ഇത് മുമ്പോട്ട് ഇനി കുറച്ചുകൂടി പ്രവർത്തിപ്പാൻ നോക്കണം സാധ്യമാകത്തുള്ളൂ. പുതുപ്പള്ളിയിലെ ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത്, അവർ പറയുന്നത് ഈ പ്രോജക്റ്റ് കൂടുതലായിട്ട് വർക്ക് ചെയ്യണം, നന്നായിട്ട് പ്രവർത്തിക്കണം എന്നാണ് അവരുടെ ആഗ്രഹമെന്ന് എനിക്ക് എൻ്റെ ഒരു വർഷത്തെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് പറയാൻ നോക്കണം സാധ്യമാകുന്നത്. മാരകരോഗങ്ങളാൽ അടിമപ്പെട്ടവർക്കുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാൻസർ ബാധിച്ച ഒരു രോഗിക്ക് വീടിൻ്റെ നിർമ്മാണത്തിന് സഹായം നൽകി. എൻ്റെ പേര് പൊന്നമ്മ എന്നാണ്. എനിക്ക് ക്യാൻസറിൻ്റെ അസുഖമാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് വീട് മോശമായ വീടായിരുന്നു. ഇപ്പോൾ അത് സർക്കാരിൻ്റെ കാശ് അനുവദിച്ചിട്ടുണ്ട്. 17,000 രൂപ കിട്ടി. പിന്നെ പ്രകാശധാരയിൽ നിന്നും 25,000 രൂപ കിട്ടി. അതുകൊണ്ട് ഫൗണ്ടേഷൻ പൂർത്തിയായി. പിന്നെ ബാക്കി പണി കിടക്കുന്ന പ്രകാശധാരയിലെ കൂട്ടായ്മയിൽ നിന്ന് എല്ലാ മാസവും സഹായം കിട്ടുന്നുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. വാടക വീടുകളിൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന രോഗികളും ഉണ്ട്. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ഈ ചർച്ചിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് സഹായമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദേവോളങ്ങര പഞ്ചായത്തിൽ ഇപ്പോൾ ക്യാൻസർ രോഗികൾ എല്ലാ വീടുകളിലും ഒരാളെന്ന നിലയ്ക്ക് ഉള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഈ പ്രകാശധാര എന്ന ഒരു പ്രസ്ഥാനം കൊണ്ട് പല ആൾക്കാർക്കും സഹായമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. പല മത സംഘടനകളും എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഈ ചർച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ പുതുപ്പള്ളി ഏരിയയിൽ. പുതുപ്പള്ളി മിഷൻ്റെ വാർഷികം 2016 മെയ് 8 ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പായുടെ മഹനീയ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. പ്രകാശധാര കൂട്ടായ്മയിലെ സ്നേഹിതരും നാട്ടുകാരും ഇടവകാംഗങ്ങളും പങ്കെടുത്തു. പുതുപ്പള്ളി മിഷനിലെ മുൻകാല സേവികാ സംഘം പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. ശാലേം ഇടവകയുടെ ചുമതലയിൽ നടത്തപ്പെടുന്ന 4ാം ക്ലാസ് വരെയുള്ള മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ദേശത്തിന് അനുഗ്രഹകരമാണ്. പുതുപ്പള്ളി പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ദേവികുളങ്ങര പഞ്ചായത്തിൽ മറ്റൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇല്ല എന്നതിനാൽ ഉയർന്ന ക്ലാസുകളോടെ ഈ സ്കൂൾ വളരണമെന്നുള്ളത് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ്. ഞാനിവിടെ ഈ സ്കൂളിൽ വന്നിട്ട് 16 വർഷത്തോളം ആകുന്നു. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് വളരെ താഴ്ന്ന രീതിയിൽ നിലവാരമുള്ള കുഞ്ഞുങ്ങളാണ്. കാരണം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതും തുച്ഛമായ ശമ്പളം. അതുകൂടാതെ തന്നെ ശമ്പളം നമുക്ക് വളരെ തുച്ഛമാണ്. അതുകൂടാതെ തന്നെ കുട്ടികളിൽ നിന്ന് വാങ്ങിക്കുന്ന എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഫീസാണ്. ആ ഫീസ് തുച്ഛമായിട്ട് മേടിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ശമ്പളവും കുറവാണ്. പക്ഷേ ഞങ്ങളിവിടെ 6-7 പേര് വളരെ സേവനം അനുഷ്ഠിക്കുക. എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലിത്തായിലൂടെ മാർത്തോമ സഭയ്ക്ക് നൽകിയ ദർശനം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. കാലസമ്പൂർണത വന്നിരിക്കുന്നു. നമ്മുടേതായ സംഭാവനകൾ ക്രിസ്തു കേന്ദ്രീകൃതമായി നൽകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.